ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എതിരെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു വ്യക്തി ആരാണോ അവർ സ്വയം അവരുടെ ആ ഒരു വലയിൽ തന്നെ വീഴാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ആ ഒരു മോശം ആഗ്രഹിച്ച വ്യക്തിക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഇവരുടെ ആ ഒരു അഹങ്കാരത്തെ ദൈവം തകർക്കുവാൻ പോകുകയാണ്. ഇവർ ഭയങ്കരമായിട്ട് അഹങ്കാരം കാണിച്ചുകൊണ്ടേയിരുന്നു. ഇനി ഇവരെ ഡൗൺ ടു എർത്ത് ആക്കാൻ പോകുകയാണ് ഈശ്വരൻ. ഇവിടെ ഇവരുടെ ആ ഒരു ഊർജ്ജം എങ്ങനെയെന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഒന്നായിരിക്കും, പക്ഷേ ഉള്ളിൽ വേറൊന്നായിരിക്കും. അങ്ങനത്തെ ഊർജ്ജമാണ് ഇവരുടെ ഊർജ്ജം. അതായത് പുറമേ ഒന്ന് കാണിക്കും, പക്ഷേ മനസ്സിൽ വേറൊന്നായിരിക്കും. ഇവിടെ ഫസ്റ്റ് ഇവരുടെ അഹങ്കാരത്തെ യൂണിവേഴ്സ് തകർക്കാൻ പോവുകയാണ്. ഇവരുടെ ലൈഫിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു മനസ്സിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ഥിതി ഇവരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്ഥിതി ക്രിയേറ്റ് ആവാണ് ഇവരെ തകർക്കാൻ വേണ്ടി. അങ്ങനെ ഇവരുടെ ആ ഒരു മാനസിക ആ ഒരു സ്ഥിതി വളരെ മോശമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളുമാണ് അവരെ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ അഹങ്കാരമാണ് ദൈവം ആദ്യം തകർക്കാൻ നോക്കുന്നത്. കാരണം ഇവർ അഹങ്കാരത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് മുകളിലത്തെ നിലയിൽ ഇരിക്കുകയാണ് അഹങ്കാരത്തിൻ്റെ. ഇവരെ അപ്പോൾ താഴത്തെ നിലയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇവരുടെ അഹങ്കാരം നശിക്കുകയുള്ളൂ. അതിനു വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുകയാണ്. ഇവിടെ ഇവരുടെ ലൈഫിൽ ഇങ്ങനൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. അതായത് ഒരിക്കലും ഇവർ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തി, ആ വ്യക്തിയോട് പോലും ഇവർക്ക് സംസാരിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് വിരുദ്ധമായി മറ്റൊരാളോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ആ ഒരു സ്ഥിതിയിലാണ് ഇവർ ഉള്ളത്. ഇവിടെ ഇവരുടെ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഇപ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. ഇല്ലായെങ്കിൽ ഈ ഒരു വ്യക്തിയോട് ഇവർ ഒരിക്കലും സംസാരിക്കത്തില്ല. കാരണം ഇവരുടെ ആ ഒരു എന്താണോ ആവശ്യം അതിനു വേണ്ടി മാത്രമാണ് ആ വ്യക്തിയോട് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ എന്തോ ഒരു പേടി ഇവരുടെ ഉള്ളിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർ ആ കാര്യം വരെ നോക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നുകിൽ സംസാരിക്കാം, ഇല്ല എങ്കിൽ കോംപ്രമൈസിലൂടെ പോവാം. ഇന്നതുപോലെ ഇന്ന കാര്യം ചെയ്തു തന്നാൽ ഞാൻ നിനക്ക് ഇന്ന കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യത്തില്ലേ ഒരു വ്യക്തിയെ, അതേപോലെ കോംപ്രമൈസ് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടാണ് ഉള്ളത്. ഇവിടെ ഈ ഒരു പേടി എന്താണെന്ന് അറിയത്തില്ല ഇവർക്കിപ്പോൾ ഉള്ളത്. ആ ഒരു പേടിയിൽ കൂടുതലായിട്ട് ഇവർ ഇൻവോൾവ് ആയാൽ ഇവരുടെ ലൈഫ് തന്നെ സ്പോയിലാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ ഒരു പേടി ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഒരിക്കലും ഇവരുടെ ആ ഒരു അഹങ്കാരത്തിൻ്റെ നേരെ കോംപ്രമൈസ് ചെയ്യത്തില്ല. വേറെ എന്തിൻ്റെ നേരെ കോംപ്രമൈസ് ചെയ്താലും ഇവരുടെ അഹങ്കാരത്തിന് നേരെ കോംപ്രമൈസ് ഇവർ ചെയ്യത്തില്ല. അത്രത്തോളം അഹങ്കാരം ഉള്ള വ്യക്തിയാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷേ എന്നാലും ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്തോ ചെറിയൊരു പ്രോബ്ലം ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടെങ്കിലോ എന്തോ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഇവർക്ക് ഉണ്ടായി എന്നും കാണാൻ സാധിക്കുന്നു. എന്തോ വളരെ മോശം അവസ്ഥയിൽ ഇവർ പെട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്, അതായത് ഇവരുടെ ഹൃദയം ഇവരോട് എന്താണോ പറയുന്നത് അത് നടക്കും എന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട്. ചില ആൾക്കാരില്ലേ വാസ്തുശാസ്ത്രം, അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ നോക്കുന്നു, അതിൽ കൂടുതലായിട്ട് എന്താണ് വേണ്ടത്, അത് എന്താണ് ചെയ്യേണ്ടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അറിയാൻ ശ്രമിക്കുന്നു. ഇതുകൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവരുടെ ആ ഒരു ജാതകം കൊണ്ടുപോയി ജ്യോത്സ്യനെ കാണിച്ചിട്ട് ഇപ്പോൾ ഏതാ സമയം, എന്താണ് എനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ ഞാൻ ഈ ഒരു കാര്യത്തിൽ അന്ധവിശ്വാസം എന്നേ പറയൂ. കാരണം എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എപ്പോഴും കൊണ്ടുവന്ന് ജ്യോത്സ്യനെ കൊണ്ട് കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതായത് ജാതക പ്രകാരം ഇവരോട് എന്താണോ ജ്യോത്സ്യം പറയുന്നത് അതനുസരിച്ച് വീട്ടിൽ ഓരോന്നും മാറ്റും. അതായത് മേശ മാറ്റുക, കട്ടിൽ മാറ്റുക, ചെയർ മാറ്റുക, ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അപ്പോൾ കുറച്ച് ഒരു സംശയം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഇവരുടെ ഈ ഒരു കാര്യങ്ങൾ വളരെ കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഓരോ സമയം ഓരോന്ന് വീട്ടിൽ മാറ്റങ്ങൾ വരുത്തുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇത് മാറ്റി വയ്ക്കുക, അത് മാറ്റി വയ്ക്കുക. ഇത് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ആ ഒരു ഇവിടെ ഇവരുടെ ആ ഒരു ജാതകം ഇവർ ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ കൊടുത്ത് കാണും. അപ്പോൾ ജ്യോത്സ്യൻ എന്തെങ്കിലും പറഞ്ഞു കാണും. ഇല്ല എങ്കിൽ ഏതെങ്കിലും സ്വപ്നം ഇവർ കണ്ടു കാണും. ഇല്ല എങ്കിൽ ഇവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു തോന്നൽ വന്ന് കാണും. ഈ 3 കാര്യങ്ങൾ റിലേറ്റഡ് എന്താണോ ഇവരുടെ ലൈഫിൽ ഉണ്ടായത് അത് റിലേറ്റഡ് ആയിട്ട് ഇവർക്കൊരു പേടിയുണ്ട്. ഒന്നുകിൽ സ്വപ്നം, അല്ലെങ്കിൽ ഇവരുടെ ഹൃദയത്തിൽ തോന്നുക, ഇല്ലെങ്കിൽ ജ്യോത്സ്യം പറഞ്ഞത്. അപ്പോൾ ഈ 3 ഏതോ ഒന്ന് ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവർക്ക് ഇത്രമാത്രം പേടി. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് എന്തോ തോന്നിയിട്ടുണ്ട്. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പേടി ഇവരുടെ ആ ഒരു ഏകാഗ്രതയെ ഇല്ലാതാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഇവർ ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് എൻ്റെ ഈ ഒരു സാഹചര്യം ഇനി മാറത്തില്ല, അത് ഇങ്ങനെ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമോ എന്നാണ്. അതായത് ഒരു സൈഡ് പേടി, ഇരു സൈഡ് പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, ഇത് രണ്ടും കൂടെ ഇവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരുടെ ലൈഫിലെ ചില സ്ഥിതികൾ വളരെ മോശമായ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നേരെയാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. അതിനെ നേരെയാക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഇവരുടെ ആ ഒരു ഗ്രഹനില ഏതോ ഒരു ജ്യോത്സ്യനെ ഇവർ കാണിച്ചു. അങ്ങനെ എന്തോ ഒരു പ്രൊഡക്ഷൻ ജ്യോത്സ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് ശേഷമാണ് ഇവർക്ക് ഇത്ര പേടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് റൂമിലുള്ള പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ മാറ്റുന്നതും, വാർഡ്രോബ് മാറ്റുന്നു, ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുവന്ന ആ ഒരു പേടിയുടെ ആധാരത്തിലാണ് ഇവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ജ്യോത്സ്യൻ ഇവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അത് കാരണമാണ് ഇവർ ഇത്രമാത്രം പേടിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയും വരുന്നുണ്ട്. അതായത് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു ലോസ് ഇവർ അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ ഈ ഒരു പേടിയും, ഇത് ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു പേടി ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഇവരുടെ വീട്ടിൽ ഭയങ്കരമായിട്ടൊരു വഴക്ക് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ആരെയും എന്തും പറയും ഇവർ. തിരിച്ച് ആരും പറയുന്നത് ഇവർക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. തിരിച്ച് ആരെങ്കിലും പറയണമെങ്കിൽ ഇവർക്ക് ഒട്ടും തന്നെ അത് പറ്റത്തില്ല. അതുകൊണ്ട് ഇവർക്ക് എന്തും പറയാം, മറ്റൊരാൾക്ക് ഇവരെ ഒന്നും പറയാൻ പാടില്ല, അങ്ങനെ സ്വഭാവം. ഇവിടെ ഇവരുടെ ഫാമിലിയിലെ ആൾക്കാരിൽ നിന്ന് തന്നെ ഇവർക്ക് മതഭേദമുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഫാമിലിയിലുള്ളവർ ആരോ ഇവരെ എന്തോ ഒരു കാര്യത്തിന് ഇവരുമായിട്ട് വഴക്ക് ഉണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തോ രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള സംഘർഷം ഇവരുടെ ഫാമിലിയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു വഴക്ക് വീട്ടിലുള്ളവരും ഇവരും തമ്മിലുള്ള ആ ഒരു വഴക്ക് പുറമേ ഉള്ള ആൾക്കാർ കേട്ടു കഴിഞ്ഞു. ആ രീതിയിലേക്ക് സംസാരം പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എന്തോ ഇങ്ങനൊരു സംസാരം ഇവരും ഒരു ഫാമിലിയിലുള്ള വ്യക്തിയുമായിട്ട് നടന്നിട്ടുണ്ട്. ബ്രൗൺ നിറത്തിലുള്ള പട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ല എങ്കിൽ 3 കുട്ടികൾ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ നേരെ ന്യായം ഉണ്ടാവാൻ പോകുകയാണ് എന്ന്. ഇവിടെ ഇവരുടെ ആ ഒരു എനർജി എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ സ്വയം മറ്റുള്ളവരിൽ നിന്ന് ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഹൈഡാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഇവർ മുങ്ങി മുങ്ങി പോകുന്ന അവസ്ഥ, ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ നമ്മളുടെ ആ ഒരു കർമ്മം നല്ലതാണെങ്കിൽ ദൈവം എങ്ങനെയെങ്കിലും ആ ഒരു വെള്ളത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കും. പക്ഷെ നമ്മളുടെ കർമ്മം മോശമാണെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും രക്ഷിക്കത്തില്ല. ഇവിടെ മുന്നേ ദൈവം പല പ്രാവശ്യം ഇവർക്ക് വാണിംഗ് കൊടുത്തു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ കർമ്മമാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അതൊന്നും ഇവർ കേട്ടില്ല. അതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ ഈ ഒരു മുങ്ങിത്താണ അവസ്ഥയിൽ നിന്ന് അവരെ കരകയറ്റാതെ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തിയെ ശപിച്ചിട്ടില്ല, മോശം വാക്കുകൾ അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരുടെ ആ ഒരു കർമ്മം തന്നെ ഇവർക്ക് വില്ലനായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് മോശം കർമ്മമാണ് ഇവർ ചെയ്തത്.
ഇവരുടെ ലൈഫിലെ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സ്ഥിതിയിൽ ഇനി ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ എന്നാലും ഇവർ സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരുടെ ആ ഒരു പ്രശ്നത്തെ ഹൈഡാക്കി വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എത്ര തന്നെ ഹൈഡാക്കാൻ ശ്രമിച്ചാലും ഇവരുടെ ആ ഒരു സ്ഥിതി എല്ലാവരും അറിയും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ എന്ത് കള്ളമായാലും എന്ത് സത്യമായാലും അത് ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ ആ ദിവസത്തിനടുത്ത ദിവസം അല്ലെങ്കിൽ ആ ദിവസങ്ങളിലായിരിക്കും ഇവരുടെ സത്യം എല്ലാവരും അറിയുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സ്ട്രോങ് രീതിയിലുള്ള ഒരു കർമ്മ റിട്ടേൺ ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ എത്ര തന്നെ ശ്രമിച്ചാലും ഈ ഒരു കർമ്മ റിട്ടേൺ ഇവർക്ക് ലഭിക്കുന്നത് ആർക്കും തടയാൻ സാധിക്കുകയില്ല. സ്വന്തം ഫാമിലിയിൽ നിന്ന് ഒരു അടി കിട്ടുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് തകർന്നു പോകും നമ്മൾ. ദൈവമേ, നമ്മൾ ഇത്രമാത്രം സ്നേഹിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്ത അവരാണല്ലോ നമ്മളോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ തകർന്നു പോകും. പക്ഷേ എന്നിട്ട് തകർന്നു പോയിട്ട് നമ്മളിൽ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരും. പക്ഷേ ഇവരുടെ ആ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു കർമ്മം വളരെ മോശമായതുകൊണ്ട് തന്നെ ഇവർക്ക് മാറാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാർ ഒത്തിരി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ദുഃഖത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ന്യായം ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ എത്ര തന്നെ വേദന സഹിച്ചാലും ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല. ദേഷ്യത്തിൽ അവർക്ക് ഇങ്ങനെ ശിക്ഷ കൊടുക്കണം, അവർക്ക് അങ്ങനെ ശിക്ഷ കൊടുക്കണം, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ദൈവത്തിനറിയാം എന്ത് ശിക്ഷ കൊടുക്കണമെന്നവർക്ക്. അതനുസരിച്ചുള്ള ശിക്ഷ അവർ കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ പറയത്തില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ദൈവമേ, പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷകൾ ലഭിക്കുന്നത് എന്ന്. അത് ഈ ജന്മത്തിലുള്ള തെറ്റായിരിക്കത്തില്ല, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കാം ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ തെറ്റ് മുഖേനയും നിങ്ങൾക്ക് കർമ്മ അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നു. ഇവിടെ നിങ്ങൾ വളരെ ന്യൂട്രലായിട്ടാണ് പോയത്. ആ ഒരു മോശം സ്ഥിതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് എപ്പോഴായാലും ന്യായം ലഭിക്കുമെന്ന്. കാരണം നിങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥനയും ചെയ്തത്. അതായത് ഒരു വ്യക്തി അവരുടെ ആ ഒരു പവർ എന്നോട് കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പവർ എന്താണെന്ന് ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ സാഹചര്യങ്ങളും സ്ഥിതികളും നിങ്ങളുടെ ഫേവറായിട്ടായിരിക്കത്തില്ല ഉള്ളത്. പക്ഷേ ന്യൂ മൂൺ ആയതിന് ശേഷം നിങ്ങൾ നോക്കൂ, സ്ഥിതികൾ എല്ലാം നിങ്ങളുടെ ഫേവറിൽ നടക്കുന്നതാണ്. കാരണം ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾ നല്ല കർമ്മം ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ കൂടെ നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ ഈ ഒരു കാര്യത്തിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നരസിംഹമൂർത്തി പ്രഹ്ലാദനെ തൻ്റെ മടിയിൽ ഇരുത്തിയില്ലേ, അതേപോലെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ദൈവം എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുകയാണ്, ഈ ഒരു കാര്യത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് എനിക്ക് ഫേവറായിട്ട് ഉണ്ടായല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ഫീലാകും. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമോ അതിന് മുമ്പെയോ നിങ്ങൾ നരസിംഹമൂർത്തിയുടെ ആ ഒരു ഇമേജോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താങ്ക് യു സോ മച്ച് എന്ന് പറയുക. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ വീണ്ടും വീണ്ടും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് കുറച്ച് ഒരു വിശ്വാസം ഇല്ലാത്തതുപോലുള്ള ആ ഒരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് നേരെ ന്യായം തരാൻ വേണ്ടി നരസിംഹ ഭഗവാനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചത്. ദൈവം നിങ്ങളോട് പറയുന്നത് ഇത്രമാത്രം അന്യായം നിങ്ങൾ സഹിച്ചിട്ടും ഇനി ഒരിക്കലും നിങ്ങൾക്ക് ന്യായം നടക്കാതിരിക്കത്തില്ല, ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. നരസിംഹ ഭഗവാന്റെ ആ ഒരു ഇമേജോ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ്. ഒരു വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ന്യായമാണ് ലഭിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ട്രസ്റ്റ് ചെയ്യുക ഈശോനെ. അതായത് ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ദൈവം എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ, ഒരിക്കലും മോശം എനിക്ക് ചെയ്യത്തില്ല. അത്രമാത്രം വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്.
ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഇവർക്ക് എന്തോ നഷ്ടമായിട്ടുണ്ട്. ഇവരുടെ ലൈഫിൽ നിന്ന് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും ഇവർക്ക് എന്തോ ഒരു നഷ്ടം ഉറപ്പായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു കാര്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്ന ആ ഒരു ഇതാണിപ്പോൾ അവർക്ക് ഉള്ളത്. രണ്ട് സാഹചര്യങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതായിട്ടാണ് ഇവരെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് സ്ഥിതികളിൽ ഒറ്റയ്ക്ക് പോരാടുന്ന ആ ഒരു ഇത്. ഇവിടെ ഏതൊരു വ്യക്തിയെ ഇവർ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. ആ ഒരു വ്യക്തി ഇവരുടെ ആ ഒരു വിശ്വാസ വഞ്ചന ഇവരോട് ചെയ്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ വിശ്വസിച്ച വ്യക്തി ഇവരോട് വിശ്വാസ വഞ്ചന കാണിച്ചു. അതായത് ഒരു സൈഡ് ഒരു വ്യക്തിയെയോ ഒരു എന്തോ ഒരു കാര്യം ഇവർക്ക് നഷ്ടപ്പെട്ടു, മറു സൈഡ് ഇവർ ഏറ്റവും കൂടുതൽ വിശ്വാസം വച്ച ആൾ തന്നെ ഇവരെ ചതിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു. അപ്പോൾ എന്ത് തരം മാനസികാവസ്ഥയിൽ കൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇവിടെ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്താണ് നടക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ, കർമ്മ റിട്ടേൺ ഉണ്ടാവുകയാണ് ഈ ഒരു വ്യക്തിക്ക് എന്ന്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കർമ്മ റിട്ടേൺ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ചിരിക്കുകയായിരുന്നു മനസ്സിൽ. ഇവിടെ എന്തായാലും വലിയൊരു പരിവർത്തനം ഇവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെയധികം മോശ സാഹചര്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. ആ ഒരു മോശ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരണമെന്നുണ്ട്, പക്ഷേ പുറത്തു വരാൻ സാധിക്കാത്ത അവസ്ഥ. അതാണിപ്പോൾ അവരുടെ അവസ്ഥ. ഇവിടെ ട്രാവൽ ചെയ്യാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഇനിയായിരിക്കാം ഇവർ ട്രാവൽ ചെയ്യുന്നത്, പക്ഷേ ഇവർക്ക് എന്തായാലും ശരിയായ ഒരു സമയമല്ല ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു സ്ഥിതിയെ എങ്ങനെയെങ്കിലും നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ആ ഒരു സ്ഥിതിയിൽ കുരുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ ആരുടെ കൂടെയാണോ ഒരുമിച്ച് ഇവർ ജോലി ചെയ്യുന്നത് ആ ഒരു വ്യക്തിയാണ് ഇവരെ ചതിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു വ്യക്തി ഇവർക്ക് വേണ്ടി നല്ലതല്ല ചിന്തിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ അവരുടെ സ്വാർത്ഥത മാത്രമാണ് നോക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിയും അങ്ങനത്തെ വ്യക്തി തന്നെയാണ്. അതായത് ഇവർക്കും ഇവരുടെ സ്വാർത്ഥതയാണ് ഇവർക്ക് ഏറ്റവും വലുത്. അപ്പോൾ അവരുടെ കൂടെയുള്ളവരും അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ. അവരും തിരിച്ച് ഒരു സമയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും ഈ വ്യക്തിക്ക് തിരിച്ച് ചതി കൊടുക്കാൻ വേണ്ടി. ആരായാലും ഇവരാരാണോ മനസ്സറിഞ്ഞ് വിശ്വസിച്ചത് ആ വ്യക്തി ഇവരെ ചതിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആരാണോ നിങ്ങളെ ദുഃഖത്തിലാക്കിയിട്ട് ചിരിച്ച് സന്തോഷിച്ചത് ആ വ്യക്തി വിചാരിച്ചത് അവർക്ക് ഒരിക്കലും കർമ്മ റിട്ടേൺ ഉണ്ടാവത്തില്ല എന്നാണ്. ഉറപ്പായിട്ടും കർമ്മ റിട്ടേൺ ഉണ്ടാവുകയാണ് അവർക്കിപ്പോൾ. മുന്നേ നിങ്ങൾ ഏതവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിൽ ഇപ്പോൾ അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ് നിങ്ങളുടെ കൂടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ആ സമയത്ത് എന്ന്. ഒരു സമയം കഴിയുമ്പോൾ എന്തായാലും കർമ്മ റിട്ടേൺ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. നിങ്ങൾ എത്ര തന്നെ മറ്റുള്ളവരോട് ദോഷം ചെയ്തിട്ട് ചിരിച്ചാലും ഒരു സമയം കഴിയുമ്പോൾ അത് തിരികെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്കും ഉണ്ടായിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഒരു ധൈര്യം ഇവർ കാണിച്ചു. അതായത് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ ആ ഒരു ധൈര്യമെല്ലാം ഇപ്പോൾ അവസാനിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു സാഹചര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ടും ദൈവം അതെല്ലാം പുറത്തു കൊണ്ടുവരും. അതിവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഇവർ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി വെച്ച് ഇവർ എന്തോ ഒരു തീരുമാനം എടുക്കും. ആ ഒരു തീരുമാനം തെറ്റായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക്. മുന്നേ ഇവരുടെ വഴികൾ നല്ലതായിരുന്നു, പക്ഷേ പിന്നെ ഇവരുടെ വഴികൾ വളരെ മോശമായി. വഴികൾ മാത്രമല്ല സാഹചര്യങ്ങളും എല്ലാം മോശമായി ഇവരുടെ. ഇവിടെ ഇവർക്ക് തോന്നുന്ന ആരോ ഇവരുടെ മേൽ മോശം ദൃഷ്ടി വച്ചു, ബ്ലാക്ക് മാജിക്, മന്ത്രവാദം ഇതൊക്കെ ചെയ്തു എന്നാണ്. ഇവിടെ മുന്നത്തെ സ്ഥിതിയാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം, പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വളരെ മാറിപ്പോയി. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. കാരണം അത്രമാത്രം ബുദ്ധിമുട്ട് ഇവർ ഓരോ സാഹചര്യങ്ങളിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ദൈവത്തിനോട് ഇവർ പ്രാർത്ഥന ചെയ്തിരിക്കുന്നത് എൻ്റെ കർമ്മം നല്ലതായിരുന്നു ദൈവമേ, പിന്നെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ മോശം ദൃഷ്ടിയും മന്ത്രവാദവും ബ്ലാക്ക് മാജിക്കും എൻ്റെ മേലെ ചെയ്യുന്നത് എന്നാണ് പ്രാർത്ഥന ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഇവർ എന്തൊക്കെ തെറ്റുകളാണ് മറ്റുള്ളവരോട് ചെയ്തത് എന്ന്.
ഇവിടെ ഇപ്പോഴും ഇവർ മറ്റുള്ളവരുടെ മേൽ തെറ്റുകൾ ആരോപിക്കുന്നത് നിർത്തിയിട്ടില്ല. ഇവരൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് മറ്റുള്ളവരാണ് എന്നുള്ള ആരോപണ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല ഇവരുടെ. ഇവിടെ ഇവരുടെ ഇൻട്യൂഷൻ ഇവരോട് പറയുകയാണ് എന്തോ മോശം സംഭവിക്കാൻ പോകുകയാണ് എന്ന്. അതായത് ഇവരുടെ കണ്ണ് ഇങ്ങനെ തുടിക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നു എന്തോ മോശം സംഭവിക്കാൻ പോകുകയാണ് എന്ന്. അതായത് വീട്ടിൽ തെറ്റായ സൈൻ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നു എന്തോ തെറ്റായി സംഭവിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് തെറ്റായ സൈൻ എനിക്ക് ലഭിക്കുന്നത് എന്ന് ഇവർക്ക് തോന്നുന്നു. ഇവിടെ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ടുള്ളൊരു ഉൾഭയം ഇവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്രത്തോളം വിഷമം നിങ്ങൾ അനുഭവിച്ചു അത്രത്തോളം വിഷമം ഇവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ അനുഭവിച്ച ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു കുട്ടി തലയിൽ കൈവച്ച് തടവിയാൽ പോലും നിങ്ങൾ കെട്ടിപ്പിടിച്ച് കരയും. അതേപോലെ ഇവരും ഒരു ലാളന ആഗ്രഹിക്കുകയാണ്, ആരെങ്കിലും എന്നെ ഒന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. ഇവിടെ ഇവർക്ക് നല്ലപോലെ ഉറക്കം പോലും വരുന്നില്ല, അത്രമാത്രം വിഷമിക്കുകയാണ് ഇവർ. ഇവിടെ ഒരു വ്യക്തി അവർ ചെയ്ത തെറ്റ് മറച്ചു വച്ചിട്ട് മറ്റൊരാളുടെ മേൽ ആരോപണം ചെയ്യുമ്പോൾ അന്തരാത്മാവെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു ആത്മാവ് ഉറപ്പായിട്ടും അവരോട് പറയും നിങ്ങളാണ് തെറ്റ് ചെയ്തത്, അവരല്ല എന്ന്. ഇപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ ഇവർ സ്വയം ഇവരെ തന്നെ കെട്ടിവച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പുറത്തു വരുമോ എന്നുള്ള പേടി കാരണം ഐസൊലേഷനിലിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ. ഇതിനു മുമ്പേ ഇവർ ഇത്രമാത്രം വിഷമം കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു വിഷമം ഇവർ ഫേസ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് വേദനയുടെ വില എന്താണെന്ന് മനസ്സിലായാൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തി മറ്റൊരാളുടെ വേദനയിൽ അവരെ സപ്പോർട്ട് ചെയ്യേ ഉള്ളൂ. ഇവിടെ ഇവരുടെ കാര്യത്തിൽ ഇവർ മറ്റുള്ളവരുടെ വേദനയിൽ സപ്പോർട്ട് ചെയ്യാതെ സന്തോഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷമ സമയത്ത് ഇവരെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ അനുസരിച്ച് ആരാണ് ഈ വ്യക്തി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റെഡിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.